ഉദുമ കുറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടിന്റെ ബ്രോഷർ പ്രകാശന പരിപാടി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സദസ്സുകൂടിയായി മാറി. കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP പി ബാലകൃഷ്ണൻ നായർ ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെയാണ് തറവാട്ടിലെ തെയ്യങ്കെട്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണന് ആദ്യ പ്രതി കൈമാറിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP പി ബാലകൃഷ്ണൻ നായർ ഉദുമ കുറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ലഹരിക്കടിമയായി ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താമരശ്ശേരിയിൽ നഞ്ചുകൊണ്ടുള്ള അടിയേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് മരണപ്പെട്ട പത്രവാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ASP ഇക്കാര്യം പറഞ്ഞത്. നമുക്കറിയാം, നമ്മളെയൊക്കെ ഉത്സവം എല്ലായിടത്തും നമ്മുടെ ഉത്സവത്തിൽ നമ്മുടെയൊക്കെ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ചത്താലും പെറ്റാലും നമ്മൾ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആഘോഷമൊക്കെ. അതല്ല നമ്മുടെ ആഘോഷം. നമ്മൾ ഇങ്ങനെയാണ്, പിന്നെ നമ്മുടെ ആഘോഷമൊക്കെ ഈ രീതിയിലാണ് വേണ്ടത്. ഒരു ദിവസം പുസ്തക വായനയെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവര് പിന്നെ ചെറുപ്പകാലത്തിൽ എന്തൊക്കെ ചെയ്യണം, രക്ഷിതാക്കള് മക്കളെ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. അങ്ങനെ പല രീതിയിലുള്ള ഓരോ ദിവസവും ഈ പിന്നെ കിണമംഗലം അതുപോലെ രാമവല്യം കഴത്തെ അടുത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരം ഉത്സവങ്ങളിൽ ആ ഒരു രീതിയിലുള്ള മാറ്റമാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്, എങ്ങനെയാണ് അമ്മമാര് മക്കളെ നോക്കേണ്ടത്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മുടെ ഉത്സവ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഓരോ വയനാട്ടുകായാലും വേറെ എന്ത് ഉത്സവമായാലും അത്തരം പരിപാടികളോട് സംഘടിപ്പിച്ചേ പറ്റൂ എന്നാണ് ഇന്ന് ഓരോ ദിവസവും വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു. മുഖ്യപ്രഭാഷകനായെത്തിയ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനനും കുട്ടികളിലെ ലഹരി വ്യാപനത്തെക്കുറിച്ചും അതിന് വഴിയൊരുക്കുന്ന അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും ദീർഘനേരം സദസ്സിന് അറിവ് പകർന്നു. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിലെല്ലാം വലിയ സെൻഡ് ഓഫ് ആണ്. സെൻഡ് ഓഫ് പഴയ പോലെ നമ്മുടെ കാലത്ത് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് ആശംസ പറഞ്ഞ് പിരിയുന്നത് പോലെയല്ല. ഞാൻ കാസർഗോഡ് എൻ്റെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിൽ സെൻഡ് ഓഫിന് വന്ന 10ാം ക്ലാസ് കുട്ടികൾ കഞ്ചാവുമായിട്ടായിരുന്നു സെൻഡ് ഓഫിന് വന്നത്. അപ്പൊ അത്തരത്തിലുള്ള പുതിയ തലമുറ വഴിതെറ്റുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന മൊബൈൽ ഫോണിലൂടെയാണ് സന്ദേശങ്ങൾ കൈമാറിയത്. മറ്റൊരു വിദ്യാലയത്തിൽ 10ാം ക്ലാസ്സിലെ കുട്ടിയെ കൊലപാതകം നടത്താൻ ആവശ്യമായ ആസൂത്രണവും സന്ദേശവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂട്ടത്തോടെ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാകും. ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ കുട്ടികൾ വാട്സപ്പിലൂടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൊപ്പല പ്രഭാകരൻ അധ്യക്ഷനായി. കഴകം സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കൃഷ്ണൻ ചട്ടഞ്ചാൽ, കഴകം മാതൃസമിതി പ്രസിഡന്റ് മിനി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അച്യുതനാട്യത്ത് സ്വാഗതവും കോർഡിനേറ്റിംഗ് ചെയർമാൻ ബാബു കൊക്കാൽ നന്ദിയും പറഞ്ഞു. 2025 ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെയുള്ള ദിവസങ്ങളിലാണ് കുറുക്കൻകുന്ന് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത്. മാർച്ച് 30 കൂവമടക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.